കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കർത്താവ് അനുവദിക്കുന്ന ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത സമയത്ത് മുറ്റത്ത് കൺവെൻഷന്റെ ആവശ്യകതയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പാസ്റ്റർ ചർച്ചിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നല്ലോ. ചർച്ചിന്റെ ദർശനവും ആത്മഭാരവും എനിക്ക് അതിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. കേവലം ബിലീവേഴ്സിനെ കൊണ്ട് ചർച്ച നിറയ്ക്കാതെ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർ ഉണ്ടാകണം എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാതലായ അടിസ്ഥാനം മനസ്സിലാക്കി അതിന് പ്രാധാന്യം നൽകുന്ന വിഷയങ്ങളും കേൾക്കുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സ്ഥലം വെൺമണിയിലാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തുക്കൾ തന്നെ തിരുവല്ലായിൽ മഞ്ഞാടിയിൽ സെറ്റിലായിരിക്കുക. ഞാൻ എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞ് വന്ന സമയത്ത് 3 മാസം താമസിച്ചത് മാമൻ മത്തായി നഗറിലാണ്. ഈ സഭയുടെ ഒരു ചർച്ച അവിടെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏകദേശം ആ മേഖല ഏറിയൊക്കെ നല്ല പരിചയമുണ്ട്. കർത്താവ് സഭയെ അനുഗ്രഹിക്കട്ടെ. മഞ്ഞാടി ജംഗ്ഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുവാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് വന്നതല്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കുവാനുള്ളതായ സംവിധാനം കർത്താവ് നൽകി. അങ്ങനെ ഞങ്ങൾ ചില വർഷങ്ങളായിട്ട് അവിടെ ആയിരിക്കും. കഴിഞ്ഞ വർഷം ബഥേൽ ബൈബിൾ കോളേജിൽ ഒരാവശ്യമുണ്ടായപ്പോൾ ചർച്ചിന്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് കുടുംബമായിട്ട് പുന്നൂർ ബഥേലിൽ വരുവാനും ഇപ്പോൾ ബഥേലിലായിരിക്കാനും കർത്താവ് കൃപ നൽകുന്നു. 1 വർഷം പൂർത്തീകരിച്ചു. 2ാമത്തെ അധ്യയന വർഷം ജൂൺ മാസം 25-ാം തീയതി ആരംഭിക്കുകയാണ്. പലപ്പോഴും നാം ഇഷ്ടപ്പെടാത്ത മേഖലയിലൂടെ നമ്മളെ ദൈവം കൊണ്ടുപോകുന്നത് ദൈവത്തിന് ഇഷ്ടം നമ്മിൽ പൂർത്തീകരിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി മാറുവാനും വേണ്ടിയാണ്. ഗത്സമനെ മുതൽ ഗോൽഗോഥ വരെയുള്ള അനുഭവം ക്രിസ്തുവിന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പാതയിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും എന്നുള്ളത് സത്യം. വാസ്തവത്തിൽ ആ യാത്ര ഒരു ആഘോഷത്തിന്റെ യാത്രയല്ല, പക്ഷേ അനുഭവങ്ങളുടെ യാത്രയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നാം മാറുന്ന യാത്രയാണ്. ആ യാത്രയിൽ നിന്നും പലരും ഒളിച്ചോടും, ചിലർ പുറകോട്ട് തിരിഞ്ഞു നിൽക്കും. ആ പാതയിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. കല്ലും മുള്ളും നിറഞ്ഞതാണ്. ഗട്ടറുകളുണ്ട്, ധാരാളം സ്പീഡ് ബ്രേക്കറുകളൊക്കെ ഉണ്ട്. ദർ മേ ബി അൺഎക്സ്പെക്ടഡ് ടേൺ ഓഫ് ഈവൻസ്, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകാം. ചില വളരെ കുത്തനെയുള്ളതായ റോഡുകൾ അവിടെ ഉണ്ടാകാം, നല്ല ബെൻഡുകൾ അവിടെ ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നാം നടന്ന് അടുക്കുവാനും നമ്മുടെ ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ഒരു സമൂഹത്തെ അടുപ്പിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണെന്നതായ തിരിച്ചറിവ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കും, ഊഷ്മളമാക്കും എന്നുള്ളൊരു യാതൊരു സംശയം. ഈ ആമുഖം ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ വാക്കുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു തന്നു. ഞാനത് നിങ്ങളുമായി പങ്കുവെക്കുകയായിരുന്നു. പ്രിയരെ, കോളേജിൻ്റെ 98ാമത്തെ അധ്യയന വർഷമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുവാൻ പോകുന്നത്. ഞാൻ ഈ കോളേജിൽ പഠിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി ചില വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഞാൻ ഇവിടെ കടന്നു വന്നു. അഡ്മിഷന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞു. പക്ഷേ എനിക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. കാരണം അന്ന് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അന്ന് വലിയൊരു
ഗണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാൻ സന്നദ്ധരായിരുന്നു. കുടുംബം അവരെ വിടുവാൻ സമർപ്പിതരായിരുന്നു. സഭയുടെ പ്രോത്സാഹനവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. വീടുകളില് മക്കളും ഉണ്ടായിരുന്നു. ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലവും ഒക്കെ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു പ്രോസസ്സായി. എല്ലാം പാസ്സായെങ്കിലും 18 വയസ്സ് തികയാത്തതിന്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ ഇവിടെ ലഭിച്ചില്ല. അന്ന് എനിക്ക് അല്പം ദുഃഖം തോന്നി. പക്ഷെ അത് എനിക്ക് മറ്റൊരു വഴിത്തിരിവിന് മുഖാന്തരമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബൈബിൾ പഠനത്തോടൊപ്പം തന്നെ എൻ്റെ സെക്കുലർ ഡിഗ്രി ചെയ്യുവാനും തുടർന്ന് ചില വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പഠനം, തിയോളജിക്കൽ പഠനം പൂർത്തീകരിക്കാനും കർത്താവ് സഹായിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങൾ, ഫെയിലിയേഴ്സ്, ഞാൻ നേരത്തെ ഓർപ്പിച്ചൊരു വാക്ക് പോലെ അൺഎക്സ്പെക്ടഡ് ടേൺ ഓഫ് ഈവൻസ്, നമുക്ക് വളരെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ടാകും. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ് എന്നുള്ളത് ആ പ്രോസസ്സിലൂടെ പോകുന്ന നമുക്കറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം. നമുക്ക് ഇനീഷ്യൽ റിസൾട്ട് മാത്രമേ അറിയത്തുള്ളൂ. ഏത് കാര്യത്തിന്റെ ഇനീഷ്യൽ റിസൾട്ട് മാത്രമേ നമുക്കറിയത്തുള്ളൂ. നമ്മുടെ പ്ലാനിങ് എല്ലാം ഇനീഷ്യൽ റിസൾട്ട് കണ്ടുകൊണ്ടാണ്. മറ്റു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥ ആത്മീയ ദർശനമില്ലാത്ത ഒരു വ്യക്തിയുടെ പ്ലാനിങ് ലാഭത്തിലും നഷ്ടത്തിലും അധിഷ്ഠിതമായിട്ടാണ് അവരുടെ കാൽക്കുലേഷൻ പോലും. ചിലരുടെ പ്ലാനിങ് ഇനീഷ്യൽ റിസൾട്ട്. പക്ഷെ ദൈവം ഒരു വഴിയിലൂടെ നമ്മെ നയിക്കുമ്പോൾ ദൈവം നോക്കുന്നത് എൻഡ് റിസൾട്ട്, അന്ത്യം എന്താകും. ദൈവം എല്ലായ്പ്പോഴും വിലയിടുന്നത് അന്ത്യത്തിനാണ്. ദൈവത്തിന്റെ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരും വിലയിടേണ്ടുന്നതും വിലയേറിയതായി കാണേണ്ടതും വില മതിക്കേണ്ടതും എൻഡ് റിസൾട്ടിനായിരിക്കണം. നമ്മെ സംബന്ധിച്ചോളം എൻഡ് റിസൾട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിത്യതയാണ്. നമ്മുടെ യാത്രകളുടെ എല്ലാം ലക്ഷ്യം നാം അവിടെ എത്തുകയും നമ്മുടെ യാത്രയിലൂടെ ചിലരെ അവിടെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ആയിരിക്കണം. അതൊരിക്കലും നമ്മൾ മറന്ന് പോകരുത്. അങ്ങനെ ഇവിടെ എനിക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. എന്നാൽ അനേക വർഷങ്ങൾക്ക് ശേഷം സ്ഥാപനത്തില് ഒരാവശ്യകത ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ചുമതലയിലേക്ക് വരുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാം. 2 വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കും. ഒന്നാമതായി 1 കൊരിന്ത്യർ 15-ാം അധ്യായം, അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 15 verse 6 onwards. ഞാൻ വായിക്കുന്നു. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. 10-ാമത്തെ വാക്യം കൂടി. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയാണ്. അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചർച്ചിൽ വരുന്നത്, ഓൺലൈനിലാണെങ്കിൽ തന്നെ. എബി ഐരൂർ പാസ്റ്ററെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഞാൻ ഓൺലൈനിലൂടെ ചിലത് കേട്ടിട്ടുമുണ്ട്.
കർത്താവിന്റെ ദാസന് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയമായ ദർശനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പേഴ്സണാലിറ്റി, വ്യക്തിത്വം. വ്യക്തിത്വം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുടെ കോമ്പിനേഷനാണ്. ഇന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് പേഴ്സണാലിറ്റി കൗൺസിലിംഗ്, സൈക്കോളജി. സെക്കുലർ മേഖലയിലും അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. സ്കൂളുകളിൽ ഇന്ന് കൗൺസിലേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റലുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, +2 പഠനത്തിന് ശേഷം ഡിഗ്രി സൈക്കോളജി ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കുലർ മേഖലയിൽ മാത്രമല്ല, തിയോളജിക്കൽ മേഖലയിലും ഇന്ന് ഇതര ബ്രാഞ്ചുകളോടൊപ്പം കൗൺസിലിംഗിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ പഠനം ആ മേഖലയിലാണ് ഞാൻ ചെയ്തത്. പേഴ്സണാലിറ്റി എന്നൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്ന്, നേച്ചർ, പൈതൃകമായി നമുക്ക് ലഭിച്ചത്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിത്വം എന്ന് പറയുന്നത് പൈതൃകമായി നമുക്ക് ലഭിച്ചത് നമ്മുടെ പേരൻസിൽ നിന്ന്, നമ്മുടെ ഗ്രാൻഡ് പേരൻസിൽ നിന്ന് ചില തലമുറകളായി നമ്മിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളെയും നമ്മുടെ സ്വഭാവത്തെയും വളരെ സ്വാധീനിക്കുന്നു. നേച്ചർ എന്ന ഇംഗ്ലീഷ് വാക്കാണ് അതിന് ഏറ്റവും യോജ്യമായിട്ടുള്ളത്. അത് മാത്രവുമല്ല, അതിനോടൊപ്പം മറ്റൊരു ഘടകം കൂടിയുണ്ട്, നർച്ചർ. നർച്ചർ എന്ന് പറയുമ്പോൾ നാം സമൂഹത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, പിയർ ഗ്രൂപ്പിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ, സൊസൈറ്റിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ദ ലേണിംഗ് എൻവയൺമെന്റ്, ദ സൊസൈറ്റി. സോ ദ പേഴ്സണാലിറ്റി ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ദി നേച്ചർ ആസ് വെൽ ആസ് ദ നർച്ചർ. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് എല്ലാവരും, നാം എല്ലാവരും. ഇതെന്റെ ഒരു കണ്ടെത്തലല്ല. ഇവിടുത്തെ മനഃശാസ്ത്രജ്ഞന്മാരെല്ലാം വളരെ ആധികാരികമായി അടിവരയിട്ട് പറയുന്ന കാര്യം. ദൈവത്തിന്റെ കൃപയാൽ ചില പുസ്തകങ്ങൾ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് ബുക്ക് എഴുതുവാനുള്ളതായ ഒരു ശ്രമത്തിലാണ്. ഏകദേശം അത് എഴുതി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ കാര്യങ്ങള്, അതിന്റെ ടൈറ്റിൽ ഇതാണ്, പേഴ്സണാലിറ്റി ആൻഡ് അസസ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ അവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എനിക്കൊരു സുവിശേഷകൻ എന്ന നിലയിൽ എന്താണ് ഇതിനപ്പുറമായിട്ട് പറയാൻ? കാരണം ഇത് എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യം. അതെല്ലാം ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ അവിടെ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പുതുമയില്ല, പുതിയൊരു കോൺട്രിബ്യൂഷൻ അല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ബൈബിളിൽ ഒരു വാക്യം എന്നെ ആഴമായി സ്പർശിച്ചു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യം. ആ വാക്യം ഇതാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇവിടുത്തെ മനഃശാസ്ത്ര ലോകത്തിന് നിഗൂഢമായിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുവാൻ തയ്യാറാകാതിരിക്കുന്ന സത്യമാണ്. വ്യക്തിത്വം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ച ഈ രണ്ട് ഘടകങ്ങളുടേതായ ഒരാകത്തുക മാത്രമല്ല. മൂന്നാമത്തെ ഒരു ഘടകമുണ്ട്, അത് സർവശക്തനായ ദൈവത്തിന്റെ ഇടപെടലാണ്. ആ ദൈവത്തിന്റെ ഇടപെടൽ അടിസ്ഥാനപരമായി ഒരു വ്യക്തിയെ മാറ്റിമറിക്കും. ദ പേഴ്സൺ വിൽ ചേഞ്ച്, വ്യക്തി മാറും. ദ പെർസ്പെക്റ്റീവ് വിൽ ചേഞ്ച്, ഒരു വ്യക്തിയുടെ വീക്ഷണങ്ങൾ മാറും. ദ പാറ്റേൺ ഓഫ് ലൈഫ് വിൽ ചേഞ്ച്, ജീവിതത്തിന്റെ ക്രമങ്ങൾ മാറും. ഇത് സ്വയം മാറുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ ഇടപെടലിന്റെ ഡെപ്ത് അത്രമാത്രം ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവം സംഭവിപ്പിക്കുന്നതാണ്. ആ സംഭവത്തോട് മനുഷ്യൻ പ്രതികരിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഈ തലമുറയിൽ മാറുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവത്തിന് ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇത് പറയുമ്പോൾ നമുക്ക് ആർക്കും ദൈവത്തിന് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയും. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ലഭിച്ച ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ, ക്രിസ്തീയ വിദ്യാഭ്യാസം, നിരന്തരമായി ദൈവദാസന്മാർ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ, നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന രൂപാന്തരം, ഇതെല്ലാം നമ്മിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ബട്ട് ഇറ്റ് ഇസ് ആൻ ഓൺഗോയിങ് പ്രോസസ്. എന്നാൽ ഇത് തുടർമാനം നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയ.
ഇത് ഒരിക്കലും അവസാനിക്കേണ്ടുന്ന കാര്യമല്ല, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിരന്തരമായി നടന്നുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. 3.5 വർഷക്കാലം, ഏകദേശം 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം സഞ്ചരിച്ച ശിഷ്യനായ പത്രോസിനോട് കർത്താവിന് ഇടപെടലുണ്ടാകും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ആ ഇടപെടലിൽ കർത്താവ് ചോദിക്കുന്ന പ്രസക്തമായ 3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളോട് പ്രതികരിക്കുവാൻ പത്രോസ് നടത്തുന്ന ശ്രമങ്ങളും നമ്മൾ വായിക്കുന്നു. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫോളോ മീ, നീ എന്നെ അനുഗമിക്കാം. എന്നെ വാസ്തവത്തിൽ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഈ 3.5 വർഷക്കാലം പത്രോസ് കർത്താവിനെ ഫോളോ ചെയ്യുകയല്ലായിരുന്നു. 3.5 വർഷക്കാലം ഗുരുവിനോടൊപ്പം യാത്ര ചെയ്ത ഈ ശിഷ്യനോടാണ് കർത്താവ് പറയുന്നത്, ഫോളോ മീ, നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഒരിക്കലും നമുക്ക് പറയുവാൻ കഴിയില്ല നമ്മുടെ ആത്മീകതയിൽ നാം നേടിയത്. ഇറ്റ് ഈസ് എ പ്രോസസ്. പക്ഷെ നിരന്തരമായി ദൈവികമായ എൻകൗണ്ടറിലൂടെയും കറക്ഷൻ നമ്മിൽ സംഭവിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരുന്നതും നമ്മുടെ ജഡത്തിലെ സകല കൺമഷവും നീക്കി ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ ലാഭങ്ങൾ അല്ല നോക്കുന്നത്, മറിച്ച് ഓരോ പ്രവർത്തികളിലൂടെയും ഓരോ ഇടപെടലിലൂടെയും എനിക്ക് എന്ത് ലാഭമെന്നല്ല, മറിച്ച് ദൈവരാജ്യത്തിന് എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ കഴിയുന്നത്, ആ ചോദ്യം നാം ചോദിക്കും. അല്ലെങ്കിൽ എനിക്കെന്ത് ലാഭമെന്ന് ചോദിക്കുന്ന വ്യക്തികളുടെ ചോദ്യത്തിന്റെ ക്രമം പോലും മാറുന്നത് ദൈവത്തിന്റെ ആഴമായ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ്. പത്രോസിൽ ആഴമായ ഇടപെടൽ ഉണ്ടാകുകയാണ്. കർത്താവ് പറയുന്നു, നീ എന്നെ അനുഗമിക്കുക. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3.5 വർഷക്കാലത്തെ യാത്ര എന്തായിരുന്നു? എൻ്റെ ഒരു ചെറിയൊരു നിരീക്ഷണം, മേ ബി ഇറ്റ്സ് ലൈക്ക് എ പിക്നിക്. പത്രോസിനെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല, മറിച്ച് എത്രമാത്രം ആഴത്തിൽ കർത്താവിനെ അറിയുവാൻ പത്രോസിന് കഴിഞ്ഞു എന്നൊരു ചോദ്യം. അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, അടയാളങ്ങൾ കാണുന്നുണ്ട്, യേശുവിന് ലഭിക്കുന്ന സ്വീകരണമുണ്ട്. അപ്പോൾ ആ യേശുവിൻ്റെ കൂടെ ആ യാത്രയുടെ ഭാഗമാകുന്നതുകൊണ്ട് ലഭിക്കുന്ന ഒരു ഐഡന്റിറ്റി, അതിലൊരു സന്തോഷം, അതിലപ്പുറമായ ഒരു ഡെപ്ത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ അവിടെ യോഹന്നാനെ കാണാം. യോഹന്നാന് ഓളങ്ങളൊന്നുമല്ല, യോഹന്നാൻ എപ്പോഴും കർത്താവിനോട് ചേർന്ന് ഇരിക്കുന്ന, യേശുവിൻ്റെ മാർവിൽ ചാരിയിരിക്കുന്ന, ഒരുപക്ഷെ ഒരു വലിയ ശബ്ദം കൊണ്ടൊന്നുമല്ല, നിശബ്ദമായ ജീവിതക്രമം കൊണ്ട്, സമർപ്പിതമായ ജീവിതം കൊണ്ട്, കർത്താവിനെ വിട്ടുപിരിയാത്തതായ ഒരു ജീവിതത്തിന്റെ ഉടമയായി മാറുന്ന യോഹന്നാനെ അവിടെ കാണുവാൻ കഴിയും. ഒരിക്കൽ കർത്താവ് ഒരു സൂചന നൽകുന്നുണ്ട്, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഉടനെ പത്രോസ് യോഹന്നാനോട് ആംഗ്യം കാട്ടുകയാണ്, നീ അത് ചോദിക്കുക, അത് ആരാണ്? എൻ്റെ ന്യായമായ സംശയം, എന്തുകൊണ്ടാണ് പത്രോസ് ചോദിക്കാതെ ഇരുന്നത്? എന്തുകൊണ്ട് പത്രോസിന് ചോദിക്കാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു? അല്ലെങ്കിൽ ഒരു പ്രാഗൽഭ്യക്കുറവ് ഇങ്ങനെ വായിക്കുന്ന അവൻ ആംഗ്യം കാട്ടി പത്രോസിനോട് കർത്താവിനോട് ചോദിക്കാൻ. യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, കർത്താവ് മറുപടിയും നൽകുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് കർത്താവിനോട് സംസാരിക്കുവാനുള്ള ഒരു കോൺഫിഡൻസ് ലെവല് നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രാഗൽഭ്യത്തെ വർദ്ധിപ്പിക്കുന്നു. കർത്താവിനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യം അത് മാത്രമല്ല, മറിച്ച് കർത്താവുമായിട്ട് ഉള്ളു തുറന്ന് സംസാരിക്കുക, ഒരു ഫ്രണ്ടിനെ പോലെ കർത്താവിനോട് സംസാരിക്കുക, കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക. അതൊക്കെ സാധിക്കുന്നത് കർത്താവുമായിട്ട് ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ളവർക്കാണ്. എന്നാൽ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ആ റിലേഷൻഷിപ്പ് എവിടെയാണ് ഉണ്ടാക്കുന്നത്? ചിലത് ആർജിക്കുവാൻ വേണ്ടി മാത്രം, ചിലത് നേടുവാൻ വേണ്ടി. അവിടെ എന്തില്ല? ആ ശിഷ്യത്വത്തിൻ്റെതായ ആഴങ്ങൾ അവിടെ ഇല്ലാതെയാകെ. അവിടെ നമ്മൾ യോഹന്നാനെ ഒരു മോഡലാക്കി കാണേണ്ടത്. അപ്പോൾ പത്രോസ് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്, ചില എടുത്തിയാട്ടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ആ പത്രോസിനെ കർത്താവിന് ആവശ്യമുണ്ട്.
പിൽക്കാലത്ത് പത്രോസിനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു വലിയ എൻകൗണ്ടറിലൂടെ കർത്താവിന്റെ ജീവിതത്തെ ഒന്ന് ഷേപ്പ് ചെയ്യുകയാണ്, ഫോം ചെയ്യുകയാണ്, ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി കർത്താവ് വീണ്ടും അവനെ ഉടച്ചു വാർക്കുകയാണ്. നിരന്തരമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം 3.5 വർഷക്കാലത്തെ ചരിത്രമൊക്കെ പറയുവാനുണ്ടെങ്കിലും തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി ആഴത്തിൽ മാറുവാൻ പത്രോസിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ആഗ്രഹിക്കാത്ത സമയത്ത്, അവൻ ചിന്തിക്കാത്ത വഴിയിലൂടെ അവന്റെ സങ്കല്പങ്ങളെയും അവന്റെ പദ്ധതികളെയൊക്കെ ദൈവം പൊളിച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി മാറുവാൻ ദൈവം അവനെ എന്ത് ചെയ്യണം? ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകും. പ്രിയരെ, നമ്മൾ വളരെ ആഴത്തിൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. വേദപുസ്തകം ശരിയായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരെല്ലാവരും ആഴമായ ദൈവത്തിന് ഇടപെടൽ ഉണ്ടായവരാണ്. അതിന് ഒരുപക്ഷെ നമ്മൾ അനേക വർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്നവരായിരിക്കാം. എപ്പോഴാണ് ഇടപെടൽ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ചില സന്ദർഭങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും, ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. ചിലയിടങ്ങളിൽ ദൈവം നമുക്ക് ജയമല്ല, തോൽവി തന്നെ നമുക്ക് തരും. എന്തിനാണ് തോൽവി എന്നറിയാമോ? നാം തോറ്റ് തുന്നം പാടുന്നത് കണ്ട് കർത്താവിന് സന്തോഷിക്കുവാൻ വേണ്ടിയല്ല. കാരണം നമ്മളെ ചിലയിടങ്ങളിൽ തോൽപ്പിക്കുന്നത് കർത്താവിന്റെ ജയം നമ്മിൽ വെളിപ്പെടുത്തുവാനും കർത്താവിന്റെ മഹത്വം തന്നെ നമ്മിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഞാൻ വായിച്ച ടെക്സ്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ടെക്സ്റ്റിലേക്ക് വരാം. അവിടെ വളരെ സ്കില്ലുള്ളതായ ആ മേഖലയിൽ വളരെ പ്രൊഫഷണൽ സ്കില്ലുള്ളതായ പത്രോസും അവന്റെ കൂട്ടുകാരും ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർ വളരെ സീറോ ആയി തീർന്നു. വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഒന്നും അവർക്ക് നേടുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഒന്നും നേടുവാൻ കഴിയാത്ത ഒരു രാത്രി അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്? അല്ലെങ്കിൽ ഒന്നും നേടുവാൻ കഴിയാത്ത ഒരു രാത്രി എന്തുകൊണ്ട് കർത്താവ് അവർക്ക് അനുവദിച്ചു? എന്റെ ഉത്തരം ഇതാണ്, ഒന്നും നേടുവാൻ കഴിയാത്ത ഒരു രാത്രി പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചത് പത്രോസിനെ നേടുവാൻ കർത്താവിന് പദ്ധതി ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ ശൂന്യതകളിൽ കൊണ്ടുപോയി നമ്മോട് സംസാരിക്കുന്ന, നമ്മളോട് ഇടപെടുന്ന, നമ്മളെ തോൽപ്പിച്ചിട്ട് തോൽവിയുടേതായ വേദനകള്, പരാജയങ്ങള്, നെടുവീർപ്പുകളൊക്കെ നമ്മളെ മനസ്സിലാക്കി തന്നിട്ട് അവിടെ വ്യക്തമായി നമ്മളോട് സംസാരിച്ച് നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിന് ഇടപെടൽ നമ്മൾ ഒരിക്കലും മറന്നുപോലെ. ഒരു വലിയ ട്രാൻസിഷൻ തന്നെയാണ്. ദൈവത്തിന് ഇടപെടൽ നമ്മളെ നയിക്കുന്ന ഒരു വലിയ ട്രാൻസിഷനിലേക്കാണ്. അപ്പോൾ ഒരു മീനെയും ലഭിക്കാതിരുന്നത് പത്രോസ്, ആ വലയിൽ ഒരു മീനും കയറാതിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവിന്റെ വലയിൽ പത്രോസ് കയറുവാൻ വേണ്ടിയാണ്. അധ്വാനങ്ങളെല്ലാം ശീർവാക്കിയത് ദൈവത്തിന്റെ സന്നദ്ധയിൽ സ്വയം സമർപ്പണത്തിന് പത്രോസ് തയ്യാറാകുവാൻ വേണ്ടിയാണ്. പിന്നീട് നമുക്കറിയാം പത്രോസ് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുന്നത് മറ്റൊരു പത്രോസിനെയാണ്, ആൾ മാറിയവനെ പോലെ. ഈ ഇടപെടലും പിന്നീട് അവൻ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന് ശക്തിയും പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന് അടിസ്ഥാനപരമായി മാറ്റം ഉണ്ടാകുകയാണ്. ഓർക്കുക, എവിടെയാണ് പേഴ്സണാലിറ്റി മാറുന്നത്? ദൈവത്തിന്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാന്ന് നിറയപ്പെടുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ക്രമത്തെ മാറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ആഗ്രഹിക്കുകയും, നാം മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കൊച്ചുമക്കളിലൊക്കെ ആ ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി നാം ആഴമായി ആഗ്രഹിക്കണം. നാം അതിന് വിലയിടുന്നവരും അതിനുവേണ്ടി വില കൊടുക്കുന്നവരുമാകണം. ഒന്നിന് വിലയിട്ടെങ്കിൽ മാത്രമേ അതിന് വില കൊടുക്കുവാൻ കഴിയുള്ളൂ. വില കൊടുക്കുമ്പോഴാണ് വിലയേറിയത് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ആ വിലയേറിയത് പ്രാപിക്കുമ്പോഴാണ് കുടുംബാംഗങ്ങൾ തിരിച്ചറിയുന്നത് ഇതാണ് ഏറ്റവും വലിയ വിലയേറിയത്. അതല്ലാതെ മറ്റുള്ളവർ വിലയുണ്ടെന്ന് ചിന്തിക്കുന്ന മറ്റു പലതുമല്ലെന്ന് നമ്മുടെ ജീവിത ക്രമത്തിലൂടെ, വാക്കുകളിലൂടെയല്ല, ജീവിത ക്രമത്തിലൂടെ എന്ത് ചെയ്യാണ്? അവർക്ക് ബോധ്യമാകുകയാണ്. നമ്മൾ വാക്കുകളിലൂടെ ബോധ്യപ്പെടുത്തുകയല്ല, മറിച്ച് ജീവിത ക്രമത്തിലൂടെ അവർ വായിച്ചെടുക്കുകയാണ്. ആ വായനയായിരിക്കും അവരെ മുന്നോട്ട് നയിക്കുന്നത്.
എന്നെ വളരെ സ്വാധീനിച്ച പലരുമുണ്ട്. അതിലൊന്നാണ് എൻ്റെ കുടുംബം എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ ഓർപ്പിക്കും. അതിലെ മറ്റൊരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ, പിതാവ്. കല്ലുമല ദൈവസഭയുടെ ഒരു പാസ്റ്ററായിരുന്നു. KY ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ, കുടുംബം നൽകുന്ന ക്രിസ്തീയ വിദ്യാഭ്യാസങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടു നടക്കുവാനും കൊണ്ടു നടക്കുവാനും എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, അതിന് നമ്മൾ വില കൊടുക്കുകയും അത് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വായിച്ചെടുക്കുകയും ചെയ്യട്ടെ. എന്താണ് യോശുവയ്ക്ക് പറയാനുള്ളത്? മക്കളുടെ മേലും കൊച്ചുമക്കളുടെ മേലും ഒക്കെ തനിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു, ആത്മീയ അധികാരം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുവാൻ കഴിഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ പെൻഷന്റെ പിൻബലത്തിലൊന്നുമല്ല, മറിച്ച് ദൈവം എന്ന യാഥാർത്ഥ്യത്തിൽ കേന്ദ്രീകൃതമായ ജീവിതമായിരുന്നു. അതുകൊണ്ട് ആ ചില നിലപാടുകൾ കുടുംബത്തിന് വേണ്ടിയൊക്കെ എടുക്കുവാൻ യോശുവയ്ക്ക് സാധിക്കുന്നുണ്ട്, ജീവിതത്തിന്റെ സായം സന്ധ്യയിലും എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ ഇടപെടലാണ് ജീവിതത്തെ മാറ്റിമറിക്കും. പൗലോസിലേക്ക് വരാം. കർത്താവിന്റെ ഇടപെടൽ ജീവിതത്തെ മാറ്റിമറിച്ചു. കർത്താവിന്റെ കാലഘട്ടത്തിൽ പൗലോസ് ജീവിച്ചിരുന്നു. എന്നാൽ ഒരു ശത്രുവായിട്ടോ ഒരു മിത്രമായിട്ടോ യേശുവുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നേരിട്ടുള്ളതായ എൻകൗണ്ടർ ഇല്ലായിരുന്നു. എന്നാൽ പൗലോസിന് ലഭിച്ചത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വെളിപ്പാടായിരുന്നു. ചരിത്രത്തിന് യേശുവിനെ അല്ല, ചരിത്രത്തില് നടന്നെങ്കിൽ യേശുവിനെ അല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് പൗലോസ് ഉണ്ടായത്. പൗലോസിന്റെ ആത്മീയ ജീവിതത്തെ, തൻ്റെ ശുശ്രൂഷയെ, പ്രത്യേകിച്ച് തൻ്റെ അപ്പോസ്റ്റൽഷിപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം, ആ സമൂഹത്തോട് തനിക്കും കർത്താവ് പ്രത്യക്ഷനായി എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ആ ബോധ്യപ്പെടുത്തൽ പൗലോസ് ശ്രമിക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ചരിത്രത്തിൽ പ്രത്യക്ഷനായ കാര്യം, ആ കാര്യങ്ങളുടെ ഒരു ചെറിയ ചരിത്ര രേഖയാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 4-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കേഫാവിന് പ്രത്യക്ഷനായി, 12 പേർക്ക് പ്രത്യക്ഷനായി. അത് മാത്രമല്ല, അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പ്രത്യക്ഷനായത്, വെളിപ്പെട്ടതിന്റെ ചരിത്ര രേഖയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഒരു വ്യക്തി അപ്പോസ്തലൻ എന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ, അന്നത്തെ സമൂഹം അംഗീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ വ്യക്തി യേശുക്രിസ്തുവിന്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെ യേശുവിനോടൊപ്പം യാത്ര ചെയ്ത വ്യക്തിയായിരിക്കണം, ശുശ്രൂഷയ്ക്ക് പങ്കാളിത്തം വഹിച്ച വ്യക്തിയായിരിക്കണം. ഈ ക്രൈറ്റീരിയ ഒന്നും പൗലോസിന് പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല. ആ ഒരു പശ്ചാത്തലം കൂടി പൗലോസ്, ആ പശ്ചാത്തലം മനസ്സിലാക്കി അതിനുള്ള മറുപടിയും കൂടിയാണ് ഈ ലേഖനത്തിലൂടെ പൗലോസ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെ ചരിത്രത്തിലെ യേശുവിനോടൊപ്പം പൗലോസ് നടന്നു നീങ്ങിയിട്ടില്ലെങ്കിലും പൗലോസ് പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അനേകർക്ക് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷത എനിക്കുമുണ്ടായി. അതുകൊണ്ട് ഞാനും അപ്പോസ്തലൻ എന്ന പദവിക്ക് യോഗ്യനാണ്. വീണ്ടും പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദൈവസേവ ഉപദ്രവിച്ചവനാണ്, അതുകൊണ്ട് അപ്പോസ്തലന്മാർ ഏറ്റവും ചെറിയവനാണ്, ദൈവസേവ ഉപദ്രവിച്ചവനാണ്, അപ്പോസ്തലന്റെ പേര് ഞാൻ യോഗ്യനല്ലെന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. ഇത് പറയുമ്പോഴും
തനിക്ക് ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഉണ്ടായി എന്നുള്ളതായ ആ വലിയ സത്യം കൊരിന്ത്യ സഭയെ തന്റെ വായനക്കാരെ പൗലോസ് എഴുതി അറിയിക്കുക. ഓർക്കുക, ആ ഒരു കാര്യം പൗലോസ് പറയുമ്പോൾ തന്നെ, തനിക്ക് ലഭിച്ച വെളിപ്പാട് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അതാണ് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ചരിത്രത്തിൽ അനേകർക്ക് പ്രത്യക്ഷനായ നല്ല കാര്യമാണ്. അതിനെപ്പറ്റിയുള്ള അറിവ്, ബോധ്യം, തിരിച്ചറിവ് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഈ അറിവും തിരിച്ചറിവും അതിന്റെ മഹത്വത്തിൽ എത്തുന്നത് എവിടെയാണെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പലർക്കും പ്രത്യക്ഷനായി എന്ന് പറയുമ്പോഴല്ല, അത് സ്വന്തം ജീവിതത്തിൽ ആ പ്രത്യക്ഷത ഉണ്ടാകുമ്പോഴാണ് അതിന്റെ മഹത്വം ആഴത്തിലുണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്താണ്? കേവലം പ്രസന്റേഷൻ മാത്രമാണ്, അവതരണമാണ്. അവതരിപ്പിക്കണം, നല്ല കാര്യം. പക്ഷെ അതിന് ആക്കം കൂട്ടുന്നത്, അതിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നത്, അത് പവർഫുൾ ആക്കുന്നത്, അല്ലെ ആ വ്യക്തി അതിൻ്റെതായ മഹത്വം തിരിച്ചറിയുന്നത് സ്വന്തം ജീവിതത്തില് ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വെളിപ്പാട്. അത് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നവരായിട്ട് മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തില് ആ ഒരു അനുഭവം ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യണം. ഒരു പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. അതിനുവേണ്ടി വില കൊടുക്കേണ്ട കാര്യങ്ങളിൽ നാം വില കൊടുക്കുവാൻ തയ്യാറാകണം. അതാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും മാറ്റിമറിക്കുക. ഇനിയും പൗലോസിന്റെ ജീവിതത്തെ ഒക്കെ നമ്മൾ ശരിയായിട്ട് വിലയിരുത്തുമ്പോൾ ഈ എൻകൗണ്ടറാണ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തനിക്കുണ്ടായ ദർശനം. പിന്നീട് തന്റെ ജീവിതയാത്രയിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും തനിക്കുണ്ടായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ക്രിസ്തുവിന്റെ മഹത്വവും തന്റെ പെർസ്പെക്റ്റീവിനെ ചെയ്തു അടിസ്ഥാനപരമായിട്ട് മാറ്റി മറിക്കുക. അപ്പോൾ വീക്ഷണങ്ങൾ ആരുടെയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ, കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണെങ്കിൽ, അത് പറയുമ്പോൾ തന്നെ വേദപുസ്തക അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ്. വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായി നല്ല കാഴ്ചപ്പാടുകൾ വളർത്തുവാൻ കഴിയുന്നെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ദൈവത്തിന്റെ ഇടപെടലാണ്. അങ്ങനെയുള്ളവരായിരിക്കും അവരെല്ലാം ഇപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. വാക്കുകൾ ഡിഫറൻ്റ് ആയിരിക്കും, വീക്ഷണങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും, അവരുടെ ജീവിത ക്രമങ്ങൾ അവരുടെയും വളരെ വ്യത്യസ്തരായിരിക്കും. ആ വ്യത്യസ്തത പൗലോസിന്റെ എഴുത്തുകളുണ്ട്. ആ വ്യത്യസ്തത പൗലോസിന്റെ ജീവിത ക്രമം, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെതായ ആ പ്രത്യക്ഷത, തന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 2 കൊരിന്ത്യർ അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ ഞാൻ ചില വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. 2 കൊരിന്ത്യർ 12-ന്റെ 2-ാമത്തെ വാക്യം മുതൽ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ഇവിടെ പൗലോസ് പറയുന്ന ആ വ്യക്തി നമുക്കറിയാം, പൗലോസിനെ കുറിച്ചാണ്. പൗലോസിനെ തന്നെ അവതരിപ്പിക്കുകയാണ്. യോഹന്നാൻ പലപ്പോഴും തന്റെ പേര് പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന രീതിയിൽ പറയുന്ന പോലെ പൗലോസിനെ തന്നെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ 14 വർഷം മുൻപ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പൗലോസ് കൊരിന്ത്യ സഭയുടെ മുൻപാകെ ഹൃദയം തുറന്ന് പറയുകയാണ്. ഓക്കെ, തനിക്കുണ്ടായതായ ആ ഡിവൈൻ എൻകൗണ്ടർ. ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് 2-ാമത്തെ വാക്യത്തില് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ 275 പ്രാവശ്യം സ്വർഗം എന്ന പ്രയോഗമുണ്ട്. 275 പ്രാവശ്യം സ്വർഗം എന്ന പ്രയോഗം. 2-ാമത് നമ്മൾ വാക്ക് കാണുന്നുണ്ട് പറുദീസ. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെടും. പറുദീസ എന്നുള്ളത് ഒരു പേർഷ്യൻ വാക്കാണ്. അതിന് പൂന്തോട്ടം എന്നൊരർത്ഥമുണ്ട്. സന്തോഷത്തിന് ഇരിപ്പിടം എന്ന ഒരർത്ഥവും കൂടിയുണ്ട്. പേർഷ്യൻ രാജാക്കന്മാർ പറുദീസ എന്ന് പറയുന്ന അവർ ഉദ്യാനത്തിന്
വളരെ പ്രധാനപ്പെട്ട അതിഥികളെ മാത്രമേ സ്വീകരിക്കുക പതിവുണ്ടായിരുന്നുള്ളൂ. ഇന്നും ഈ സമ്പ്രദായം ചില രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. മൂന്നാം സ്വർഗം എന്ന പ്രയോഗം അതിൻ്റെ ഔന്നത്യത്തെയും പർദീസ് എന്ന പ്രയോഗം അതിൻ്റെ മഹത്വത്തെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ മൂന്നാം സ്വർഗം എന്ന പ്രയോഗം അതിൻ്റെ ഔന്നത്യത്തെയും പർദീസ് എന്ന പ്രയോഗം അതിൻ്റെ മഹത്വത്തെയുമാണ് കാണിക്കുന്നത്. രാജാക്കന്മാർ അവരുടെ ഉദ്യാനങ്ങളിലെ ആ സ്ഥലത്ത് പ്രധാനപ്പെട്ട അതിഥികളെ അവർക്ക് മാത്രം നൽകുന്ന, അവർക്ക് മാത്രം എൻട്രി നൽകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ ഓർപ്പിച്ചുവല്ലോ. ഈ രണ്ട് വാക്കുകൾ ഞാൻ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നുകൊണ്ട് ഈ വെളിപ്പാട് പൗലോസിനെ എങ്ങോട്ടാണ് നയിച്ചത് എന്നാണ് നാം നമ്മളെ ചിന്തിക്കേണ്ടത്. ഈ ദൈവികമായ വെളിപ്പാടിലൂടെ തൻ്റെ ജീവിതത്തിന്റെ ക്രമങ്ങൾ മാറുകയാണ്. അല്ലെങ്കിൽ ക്രിസ്തു ദർശനം ഒരാഴത്തിലേക്ക് പൗലോസിനെ നയിക്കുകയാണ്. ദൈവത്തിന് ഇടപെടൽ ജീവിതത്തെ ഉടച്ചു വാർക്കുന്നു, മാറ്റി മറിക്കുന്നു. 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 12 7-ാമത്തെ വാക്യം, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. നമുക്ക് ഈ ടെക്സ്റ്റ് നല്ല പരിചയമുണ്ട്. പലപ്പോഴും പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുള്ളവരാണ്. അപ്പോൾ ഡിവൈൻ എൻകൗണ്ടർ, ദൈവികമായ വെളിപ്പാട് എന്ന് പറയുമ്പോൾ അതിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായ ചില നിഗൂഢമായ അനുഭവങ്ങൾ കൂടിയും ഈ തനിക്കുണ്ടായതായ ആ വെളിപ്പാട് അതിൻ്റെ ആധിക്യത്താൽ അറിയാതെ നിഗളിച്ചു പോകാതിരിപ്പാൻ ജഡത്തിൽ ഒരു ശൂലം തനിക്ക് നൽകിയിരിക്കുന്നു. പൗലോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ജീവിതത്തിന്റെ ബാലൻസ് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ദൈവം നൽകിയതായിരുന്നു ഈ ശൂലം. ജീവിതത്തിന്റെ ബാലൻസ് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, നമ്മുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒന്നുമില്ലായ്മയിൽ നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ളതായ കാഴ്ചപ്പാട്. 2, എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനോടുള്ള നമ്മുടെ മനോഭാവം. അതാണ് നമ്മുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ നാം എങ്ങനെയാണ് ഒന്നുമില്ലായ്മയെ നോക്കിക്കാണുന്നത്? അവിടെ നമ്മുടെ സമചിത്തത നഷ്ടപ്പെടുകയാണോ? അവിടെ പ്രലോഭനങ്ങൾക്ക് വശംവദരാകുകയാണോ? രണ്ടാമത്, എല്ലാം കയ്യിൽ വരുമ്പോൾ മനോഭാവം, ജീവിതത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം വർദ്ധിക്കുകയാണോ? അപ്പോൾ ഈ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഇവിടെ പൗലോസിനെ ഒന്ന് ബാലൻസ് ചെയ്യുവാൻ വേണ്ടി എന്ത് ചെയ്തറിയാമോ? ഒരു ശൂലം ഉണ്ടായി തന്റെ ജീവിതത്തിൽ അനുവദിച്ചു. അത് പൗലോസ് തിരിച്ചറിഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ വെളിപ്പാട്, ദൈവം നൽകിയ വെളിപ്പാടും ദൈവം ജീവിതത്തിൽ അനുവദിച്ചതായ ശൂലവും അതിന്റെ മഹത്വവും പൗലോസ് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് ജീവിതത്തില് നല്ല നിലപാടുകൾ സ്വീകരിക്കുവാൻ പൗലോസിനെ സജ്ജനാക്കിയത്. അല്ലായിരുന്നെങ്കിൽ പൗലോസ് വേദനകളുടെ മധ്യത്തില്, അല്ലെങ്കിൽ തന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാതിരുന്നപ്പോഴത്തേന് കർത്താവിനോട് പരിഭവിച്ച് 3 പ്രാവശ്യം താനെ പ്രാർത്ഥിച്ചു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത് പൗലോസിന്റെ അഭക്തി കൊണ്ടായിരുന്നില്ല. അവൻ ഭക്തിയിൽ തുടരുവാനും ഭക്തനായി ജീവിക്കുവാൻ വേണ്ടിയാണ്. ഭക്തനെ പോലെ ജീവിക്കുവാനല്ല, ഭക്തനായി ജീവിക്കുവാനാണ്. അത് 2 ഭക്തനെ പോലെ ജീവിക്കുന്നവരുണ്ട്, പക്ഷെ ഭക്തനായി ജീവിക്കുന്നതും അത് മറ്റൊന്നാണ്. ഭക്തനായി ജീവിക്കുക, ഭക്തനെ പോലെ ജീവിക്കുക. അപ്പോൾ ആ ഭക്തിയിൽ തുടരുവാൻ വേണ്ടി, ലഭിച്ച വെളിപ്പാടിൽ തുടരുവാൻ വേണ്ടി, ലഭിച്ച തിരിച്ചറിവിൽ തുടരുവാൻ വേണ്ടി
ഒരു ശൂലം കർത്താവ് അനുവദിച്ചു. അതിന്റെ സോഴ്സ് കർത്താവായിരുന്നു. ജീവിതത്തിലെ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി അത് പൗലോസ് തിരിച്ചറിഞ്ഞു. നമുക്കറിയാം, കർത്താവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ തൻ്റെ മുൻപുള്ള പാനപാത്രം നീങ്ങിപ്പോകുവാൻ വേണ്ടി. പക്ഷേ ആ പാനപാത്രം നീങ്ങിപ്പോയില്ല. ഒടുവിൽ അക്സെപ്റ്റ് ചെയ്യാണ്. എന്ത്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നില് നിറവേറട്ടെ. എൻ്റെ അജണ്ടകളല്ല എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകേണ്ടത്, എന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവപുത്രനും അതിനായി സമർപ്പിക്കുകയാണ്. ആ സ്വർഗീയ വെളിപ്പാട് ലഭിച്ച പൗലോസ് സമർപ്പിക്കുകയാണ്. 3 പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വന്നപ്പോഴും അവൻ ആടി ഉലഞ്ഞില്ല. അത് മാത്രമല്ല, അവന് കേട്ട ശബ്ദമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പോൾ അവന്റെ ആ പരിമിതിയെ മാറ്റിയല്ല കർത്താവ് ഇടപെട്ടത്. ആ പരിമിതിക്കുള്ളിൽ ദൈവം ഒരു സൗഖ്യം അനുവദിച്ചു. ചിലപ്പോൾ നമ്മളൊക്കെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ചില പ്രത്യേക കോണ്ടെക്സ്റ്റിലൊക്കെ കർത്താവ് എന്ത് ചെയ്യും? അത്ഭുത സൗഖ്യം തരും, രോഗത്തിന് വിടുതൽ തരും. എന്നാൽ ചില സമയങ്ങളിൽ ആ രോഗം നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടായിട്ട് തുടരേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് കർത്താവ് അത് മാറ്റാത്തത്? കർത്താവ് അശക്തനായത് കൊണ്ടാണോ? കർത്താവ് ബലഹീനായത് കൊണ്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നു, നാം ദൈവത്തിന്റെ ഭാഗമായി മാറുവാൻ വേണ്ടിയാണ് ചിലതിനെ ദൈവം നമ്മുടെ ഭാഗമായി മാറ്റുന്നത്. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ ശൂലം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. ആ ശൂലം ജീവിതത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ സംഭവിക്കുന്നത് പൗലോസ് എന്നറിയാമോ? കർത്താവിന്റെ പാർട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഏത് പാതയിലൂടെ നടത്തണമെന്നുള്ളത് നാം അറിയുന്നതിനുപരി കർത്താവ് അറിയുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു വിപ്ലവ ഗാനമുണ്ടല്ലോ, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വാസ്തവത്തിൽ നമുക്ക് മനസ്സ് വേണ്ടത് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, തോൽക്കാനും മനസ്സ് വേണം. കാരണം ചില തോൽവികൾ വാസ്തവത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ചില വിജയത്തിലേക്കുള്ള വഴികളാണ്. വിജയം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി മാറുവാൻ ചില തോൽവികളെ അനുവദിച്ച് കാഴ്ചപ്പാടുകളെ മാറ്റി നല്ല ഇടയൻ അല്ലെങ്കിൽ യഥാർത്ഥ കുശവൻ നമ്മളെ ഡിസൈൻ ചെയ്ത് നമ്മളെ രൂപപ്പെടുത്തുമ്പോൾ ഒരിക്കലും കർത്താവിന്റെ ശിക്ഷയെങ്കിൽ നമ്മൾ മുഷിഞ്ഞു പോകും. കാരണം യുദ്ധത്തിനായി ദൈവം നമ്മുടെ കൈകളെയും പോരിനായി നമ്മുടെ വിരലുകളെയും ദൈവം ട്രെയിൻ ചെയ്യുകയാണ്. ദൈവത്തെ പോലെ നല്ല ട്രെയിനർ ആരുമില്ല, ദൈവത്തെ പോലെ നല്ല ഡിസൈനർ ആരുമില്ല. ഏത് വഴിയിലൂടെ നമ്മളെ അയച്ച് ഡിസൈൻ ചെയ്യണമെന്നുള്ളത് ദൈവത്തിനറിയാം. ഏത് ട്രാക്കിലൂടെ നമ്മളെ അയച്ച് മോൾഡ് ചെയ്യണമെന്നുള്ളത് ദൈവത്തിനറിയാം. അത് നമ്മൾ പ്രപ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. ദൈവം ആ വഴിയിലൂടെ നമ്മളെ നയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യല്? അവന്റെ ശിഷ്യകൾ മുഷിഞ്ഞു പോകല്ല, മറിച്ച് തിരിച്ചറിയണം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ദൈവനെ മാറ്റുകയാണ്. അപ്പോൾ കർത്താവിന് ലഭിച്ചതായ ആ വെളിപ്പാട്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ചരിത്രത്തിൽ അനേകർക്ക് പ്രത്യക്ഷനായ യേശു എനിക്കും പ്രത്യക്ഷനായി എന്നുള്ളത് കേവലം ക്ലെയിം മാത്രമല്ല, ഒരവകാശവാദം മാത്രമല്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നിൽ ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പൗലോസ് മാറുകയാണ്. എങ്ങനെ മാറി? കർത്താവ് നടന്ന പാതയിലൂടെ നടക്കുവാനുള്ള മനസ്സൊരുക്കും. 2, കർത്താവ് നടത്തുന്ന പാതയിലൂടെ നടക്കുവാനുള്ളതായ ജീവിത സമർപ്പണം. അതായിരുന്നു പൗലോസിന്റെ ജീവിതത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത്. അല്ലാതെ തന്റെ ജീവിതത്തിൽ ശൂന്യതകളൊക്കെ ഉണ്ട്, വെല്ലുവിളികളൊക്കെ ഉണ്ട്. പക്ഷെ ജീവിതത്തിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ദൈവം തനിക്കായി ഒരുക്കിയ പാതയിലൂടെ ചോദ്യം ചെയ്യാതെ നടക്കുവാൻ ജീവിതം സമർപ്പിച്ചതായിരുന്നു ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ല, അതാണ് വാസ്തവത്തിലെ ലൈഫിലെ ഒരു ഇന്റേണൽ ബ്യൂട്ടി എന്ന് പറയുന്നത്.
ദൈവം നടത്തുന്ന ക്രമത്തിലൂടെ എന്ത് ചെയ്യുക? നടക്കുക. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ പാതകളെ മാറ്റുവാനും വലുതാക്കാനും ചെറുതാക്കാനും ശ്രമിക്കാതെ ദൈവത്തിന്റെ പാതയിലൂടെ നടക്കുവാൻ സമർപ്പിക്കുക. പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല. അത് പൗലോസിന് സാധിച്ചത്, എളുപ്പത്തിൽ സാധിച്ചത്, അല്ലെങ്കിൽ എളുപ്പവഴി ക്രിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, എളുപ്പ വഴിയിലൂടെ അത് പൗലോസിന് ചെയ്യാൻ സാധിച്ചത് ക്രൂശിന്റെ ദർശനമായി. മറ്റുള്ളവർക്കെല്ലാം കർത്താവ് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അത് മാത്രം പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ പൗലോസിന് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. പൗലോസിന് ഈ സമർപ്പണത്തിൽ നടക്കുവാൻ കഴിഞ്ഞത് വ്യക്തിപരമായി തനിക്കുണ്ട എൻകൗണ്ടറാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ആഴമായ എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് കർത്താവിനെ പോലെ പരിജ്ഞാനം നിമിത്തം ചിലതിനോട് നോ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പദ്ധതികളോട് യെസ് എന്ന് പറഞ്ഞ് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുള്ളൂ. ഓർക്കുക, 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും ശൂലം മാറാതിരുന്നപ്പോഴും താൻ കേട്ട ശബ്ദം തന്നെ മുന്നോട്ട് നയിക്കുകയാണ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഇനിയും രണ്ടാമതായി പൗലോസിനെ ആ ക്രൂശിക ദർശനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത തന്നെ കൊണ്ടെത്തിച്ച മറ്റൊരു നിലപാടുണ്ട്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എൻ്റെ ബലഹീനത എൻ്റെ പാർട്ട്, എൻ്റെ ലൈഫിന്റെ പാർട്ടാകുന്നെങ്കിൽ അതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ ശക്തിയും എന്ത് ചെയ്യും? എൻ്റെ മേൽ വസിക്കും. എൻ്റെ ബലഹീനത മാത്രമല്ല എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത്. ക്രിസ്തുവിന്റെ ശക്തിയും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ്. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാൻ ഞാനൊരു ബലഹീനാകേണ്ടത് വന്നാലും ആ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ നോട്ട് ചെയ്ത ഒരു സെന്റൻസ് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞതായിരിക്കാം, എങ്കിലും അതൊന്നുകൂടി ഞാൻ വായിക്കട്ടെ. അത് മാറുവാൻ, ശൂലം മാറുവാൻ താൻ അപേക്ഷിച്ചിടും. തൻ്റെ ജീവിതത്തിൽ നിന്നും ആ ശൂലം മാറാതിരുന്നത് താൻ കർത്താവിൽ നിന്നും മാറാതിരിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ പരിമിതി തൻ്റെ ജീവിതത്തിൽ മാറാതിരുന്നത് പൗലോസ് കർത്താവിൽ നിന്ന് മാറാതിരിക്കുവാൻ വേണ്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 2, അതുള്ളത് കൊണ്ടെന്നറിയാമോ, കർത്താവിന്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കുവാൻ അതിടയാകുന്നെങ്കിൽ അത് ഞാൻ സന്തോഷിക്കുന്നു. കാരണം എൻ്റെ ബലഹീനത നിമിത്തം കർത്താവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുവാൻ അത് പ്ലാറ്റ്ഫോം ആകുന്നെങ്കിൽ അത് ഞാൻ സന്തോഷിക്കുന്നു. 10ാമത്തെ വാക്യത്തില് വീണ്ടും പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ മനസ്സിനെ വളരെ സ്ട്രൈക്ക് ചെയ്ത ചില വാക്കുകളാണ്. നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട്. ആ വാക്കൊന്നുകൂടി ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വെളിപ്പാട് തനിക്കുണ്ടായത് കൊണ്ട് ഇതൊക്കെ സഹിപ്പാൻ താൻ ഇഷ്ടപ്പെടുകയാണ്. ശ്രദ്ധിക്കണമേ, ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ച് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെ പ്രാർത്ഥിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ, പൗലോസിന്റെ വാക്കുകൾ എന്താണെന്ന് അറിയാമോ? ഇതിനെയൊക്കെ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ പൗലോസ് ഇഷ്ടപ്പെടുവാൻ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ: ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ വെളിപ്പാട് തനിക്ക് ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പലരും ഇഷ്ടപ്പെടാത്തതിന്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് അകറ്റുവാൻ ശ്രമിക്കുന്നതിന്, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഞാൻ സഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് സഹിക്കുവാൻ പൗലോസ് തയ്യാറായത്, ജീവിതത്തെ സമർപ്പിച്ചത്
ആ ക്രൂശിന്റെ വലിയ ദർശനമായി. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് പറയുന്നത്, ക്രൂശിന്റെ ദർശനമാണ് ജീവിതത്തിലെ കർത്താവിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ നമ്മളെ സജ്ജരാക്കും. മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ ചിലപ്പോൾ നമ്മൾ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, രോഗത്തിന് വിടുതലിന് വേണ്ടി. എന്നാൽ കർത്താവിന്റെ സൗഖ്യം രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ചിലപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് രോഗത്തിൽ നിന്നും കർത്താവ് സൗഖ്യം തരും, ഇമ്മീഡിയറ്റ് ആണ്. എന്നാൽ ചിലപ്പോൾ കർത്താവിന് രോഗത്തിനുള്ളിലൊരു സൗഖ്യം, രോഗം മാറ്റത്തില്ല, ആ രോഗത്തിനുള്ളിൽ ഒരു സൗഖ്യം തരും. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ചില ബുദ്ധിമുട്ടുകൾ, ചില നെടുവീർപ്പുകൾ, ചില സ്വകാര്യ സങ്കടങ്ങൾ. ഞാൻ വളരെ ആലോചിച്ചുപയോഗിച്ചൊരു വാക്കാണ് സ്വകാര്യ സങ്കടങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ ദുഃഖങ്ങൾ. എന്താണ് സ്വകാര്യ ദുഃഖങ്ങളുടെ പ്രത്യേകത? സ്വകാര്യ ദുഃഖങ്ങൾ അത് സ്വകാര്യമാണ്, അത് മറ്റുള്ളവരോട് പറയുവാൻ കഴിയത്തില്ല. ഒരു കൗൺസിലറുടെ മുൻപിൽ പോലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും ഇന്റിമേറ്റ് ആയുള്ള വ്യക്തിയുടെ മുൻപിൽ പോലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു വ്യക്തി മാത്രം ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളാണ് സ്വകാര്യ ദുഃഖങ്ങൾ. അപ്പോൾ ആ സ്വകാര്യ ദുഃഖങ്ങൾ ഉള്ളപ്പോൾ തന്നെ അത് മാറുവാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിയില്ലെങ്കിൽ അതിൻ്റെ മീതെ സഞ്ചരിക്കുവാൻ, അത് ട്രാൻസെൻഡ് ചെയ്യുവാൻ, സിറ്റുവേഷൻ മേ ബി ദർ, സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ മീതെ സഞ്ചരിക്കുവാൻ നമ്മളെ സജ്ജരാക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അതാണ് ഓരോ കർത്താവ് പറയുന്നത്, എന്റെ കൃപ നിനക്കും. നിന്റെ സിറ്റുവേഷനെ പെട്ടെന്നൊന്നും മാറുന്നതല്ല, ഇല്ലേ? ഫാൻ ഇടുമ്പോൾ, സ്വിച്ച് ഇടുമ്പോൾ ഫാൻ കറങ്ങുന്നത് പോലെയും, ലൈറ്റിന്റെ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്ന പോലെ, നീ സ്വിച്ച് ഇടുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സിറ്റുവേഷൻ അടിസ്ഥാനപരമായി പെട്ടെന്ന് മാറുന്നില്ല. ഈ സിറ്റുവേഷൻ ഇവിടെ കാണുമായിരിക്കും, പക്ഷെ ഇതിനെ ഒന്ന് അതിജീവിക്കുവാൻ, ഈ സിറ്റുവേഷനെ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് കാണുവാൻ, ഈ സിറ്റുവേഷൻ ഞാൻ തനിച്ചല്ല, കർത്താവ് എന്നോട് കൂടെ ഉണ്ട്, കർത്താവ് സഞ്ചരിക്കുന്നവരാണ്, കർത്താവ് എന്നോടൊപ്പം സഞ്ചരിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ നെടുവീർപ്പുകളെ, നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ, ജീവിതത്തിന്റെ വേദനകളെ, ജീവിതത്തിൽ ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയാത്തതായ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മറ്റൊരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട്, മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണുവാൻ കഴിയുന്നത് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ സൗഖ്യമാണ്. അതാണ് രണ്ടാമത്തെ സൗഖ്യം. വിഷയങ്ങളിൽ നിന്ന് വിടുതൽ മാത്രമല്ല, വിഷയങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ വിഷയങ്ങളെ മറ്റൊരു നിലയിൽ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ മനസ്സിനെ കർത്താവ് എന്ത് ചെയ്യും? സജ്ജമാക്കും എന്നുള്ള കാര്യം ഒരിക്കൽ നമ്മൾ മറന്നു. ഇനിയും ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന, പൗലോസ് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ ശൂലം മാറ്റണം. പക്ഷേ ഇത്രമാത്രം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആധ്യാത്മിക മണ്ഡലത്തിൽ ഒരു ഒത്തിരി നേട്ടങ്ങളൊക്കെ കൈവരിച്ച പുതിയ നിയമസഭയ്ക്ക് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്തതായ പൗലോസിന്റെ ആ പ്രാർത്ഥന കർത്താവ് കേട്ടില്ല. പൗലോസിന്റെ മാത്രമല്ല, വേദപുസ്തകം ശരിയായിട്ട് പഠിക്കുമ്പോൾ പലരും ആഗ്രഹിച്ച നിലയിൽ അവരുടെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ല. ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് വായിക്കുന്നത് എന്റെ മനസ്സിനെ വളരെ സ്ട്രൈക്ക് ചെയ്ത ഒന്ന് രണ്ട് കാര്യം ഞാനൊന്ന് വായിക്കട്ടെ. ഏലിയാവ് ജീവനെ എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇല്ലേ? എന്റെ ജീവനെ എടുത്തുകൊള്ളണം, എന്റെ ജീവനെ എടുത്തുകൊള്ളണം. പക്ഷെ കർത്താവ് ജീവനെ എടുത്തില്ല, എന്നാൽ ജീവനോടെ എടുത്തു. ജീവനെ എടുത്തുകൊള്ളണം പ്രാർത്ഥിച്ചു, പക്ഷെ കർത്താവ് എങ്ങനെ? ജീവനോടെടുത്തു. ജീവനല്ല എടുത്തത്, ജീവനോട് എടുത്തു. അതാണ് കർത്താവിന് പ്രസാദമായി തീർന്നത്. അത് മാത്രമല്ല, പൗലോസ് ക്ഷേമത്തോട് റോമിലെത്തണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ആ യാത്രയിലെ കപ്പൽ ചേതത്തില് അകപ്പെട്ടു, വല്ലാതെ വലഞ്ഞു. ഒരു വിധത്തിൽ എന്ത് ചെയ്തു? അവിടെ എത്തുകയായി. ഒരു സേഫ് യാത്ര ആഗ്രഹിച്ചു, ഒത്തിരി ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായി. ഉദ്ദേശിച്ച പോലെ എത്തിയില്ല, പക്ഷെ അവിടെ എത്തി. തീമോഥെയോസിനോട് പൗലോസ് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. നീ വരുമ്പോൾ നീ വേഗത്തിൽ വരണം, ചർമ്മ ലിഖിതങ്ങളും പുസ്തകങ്ങളും ഒക്കെ നീ പുതപ്പൊക്കെ കൊണ്ടുവരണം. പക്ഷെ ഇതുമായിട്ട് തീമോഥെയോസ് വരുമ്പോൾ പൗലോസിന് അതെല്ലാം എത്രമാത്രം അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്ദേഹമായിട്ട് അവിടെ നിൽക്കുകയാണ്.
സെബെദീപുത്രന്മാർ ഇടത്തും വലത്തും ഇരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ യാക്കോബിനെ ഹെരോദാവ് വാൾ കൊണ്ട് കൊന്നു. അപ്പോൾ ഇവർ ആഗ്രഹിച്ചത്, ആവശ്യപ്പെട്ടത്, അതുപോലൊന്നും കാര്യങ്ങൾ നടന്നില്ല. പക്ഷേ ദൈവഹിതത്തിലൂടെയൊക്കെ ദൈവം അവരെ നടത്തി. ഇതിന്റെ എല്ലാവരും മോഡല് നമ്മുടെ മുമ്പിൽ ആയിരിക്കും നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവ് തൻ്റെ മുൻപുള്ളതായ വേദനകൾ, കർത്താവ് അനുഭവിച്ച വേദന എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, അതിസഹനമായ വേദനയാണ് യേശു അനുഭവിച്ചത്. അപ്പോൾ അതിസഹനമായ വേദനയിലൂടെ കടന്നുപോയ യേശു ക്രൂശ് മാറിപ്പോകുവാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു 3 പ്രാവശ്യം, മാറിയില്ല. ഒടുവിൽ എന്ത് ചെയ്തു? ദൈവഹിതത്തിന് മുൻപാകെ സമർപ്പിച്ചു. ആ ഒരു മോഡൽ കർത്താവിന്റെ മക്കൾ, ശിഷ്യത്വത്തിലൂടെ യാത്ര ചെയ്യുന്ന കർത്താവിന്റെ മക്കൾ, ആ ഒരു പാതിലൂടെ യാത്ര ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം ദൈവഹിതപ്രകാരം പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 കാര്യങ്ങൾ പറയട്ടെ. ഇന്ന് പലരും ആ വാക്കുകൾ എന്ന് പറയുന്നത് കോമൺ ആണ്. അതിലൊരു കാര്യം ഇതാണ്: ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം നമ്മളെ ഓരോ സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അവിടെ നമ്മൾ തനിച്ചല്ല, ദൈവകൃപയുടെ സംരക്ഷണമുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കൃപയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തുവാൻ കഴിയാത്ത ഒരിടത്തേക്കും ദൈവത്തിന്റെ ഹിതം നമ്മളെ പറഞ്ഞയക്കുന്നത്. ദൈവത്തിന്റെ ഹിതമാണ് ഒരു കോഴ്സ് ചെയ്യുവാൻ നിങ്ങളെ അയക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ ഹിതമാണ് ഒരു രാജ്യത്തേക്ക് നിങ്ങളെ പറഞ്ഞയക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നല്ല നിലയെ മനസ്സിലാക്കുക ദൈവഹിതപ്രകാരമാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്നതെല്ലാം അപ്രതീക്ഷിത സംഭവങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ ഹിതമാണ് നിങ്ങളെ അവിടെ അയച്ചതെങ്കിൽ അവിടെ നിങ്ങൾ തനിച്ചല്ല, ദൈവകൃപയുടെ സംരക്ഷണം ഉണ്ടാകും. ദൈവത്തിന്റെ കൃപയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് എന്തില്ല, ദൈവത്തിന്റെ ഹിതം നമ്മളെ പറഞ്ഞയക്കുകയില്ല. അത് മാത്രമല്ല, ദൈവത്തിന്റെ ഹിതത്തിനുള്ളിൽ യാതൊരു പരാജയങ്ങളുമില്ല. ദൈവഹിതപ്രകാരം നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എന്തില്ല, ഒരു പരാജയങ്ങളുമില്ല. അപ്പോൾ തന്നെ മറുപുറം കൂടിയുണ്ട്: ദൈവഹിതത്തിന് പുറത്ത് യാതൊരു വിജയങ്ങളുമില്ല. താൽക്കാലികമായിട്ട് ജയമെന്ന് തോന്നിയേക്കാം, എന്നാൽ ആത്യന്തികമായി അത് ജയമായിരിക്കത്തില്ല, പരാജയമായിരിക്കും. അങ്ങനെയെങ്കിൽ ക്രിസ്തു ദർശനം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ദൈവഹിതത്തിന് വിലയിടുവാൻ വേണ്ടിയാണ്. അതിന്റെ മോഡൽ കർത്താവാണ്. കർത്താവാണ് നമ്മുടെ ജാതിയുടെ ക്യാപ്റ്റൻ എന്ന് പറയും. കർത്താവ് പോയ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെയെങ്കിൽ നാം എത്തുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന തീരങ്ങളുണ്ട്. ആ തീരത്ത് നമ്മൾ എത്തും. ആ തീരത്തെ കുറിച്ച് പറയുമ്പോൾ ആത്യന്തിക തീരം എന്ന് പറയുന്നത് നിശ്ചിത തന്നെയാണ്. എന്നാൽ ഈ ഭൂമിയിലും നാം ഏതെല്ലാം വഴിയിലൂടെ കടന്നു പോകണം, എവിടെയെല്ലാം നാം ആയിരിക്കണം, ഇതെല്ലാം ദൈവ നിശ്ചയമാണ്. അപ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി സമ്പൂർണമായ സമർപ്പണം നമുക്ക് ഉണ്ടായിരിക്കും. പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ അത് തനിക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് തനിക്ക് ലഭിച്ച ഒരു സമയവും നഷ്ടമാക്കാതെ മുന്നോട്ട് ഓടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പൗലോസിനെ പറയുന്നുണ്ട്, എന്നിൽ പകർന്ന കൃപ വ്യർത്ഥമായി തീർന്നില്ല. എന്ന് വെച്ചാൽ പൗലോസ് ദൈവത്തിന്റെ കൃപ കർത്താവ് പകർന്നത് കൊണ്ട് ആ കൃപ പകർന്ന കർത്താവിന് ലജ്ജിക്കേണ്ടതായി വന്നില്ല. കർത്താവ് ലജ്ജിക്കേണ്ടെന്ന് ഒരു കാര്യത്തിലും പൗലോസ് ഇടപെട്ടില്ല. ഞാനാകും ദൈവത്തിന്റെ കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ ഇതുവരെയും വ്യർത്ഥമായില്ല. അവസാന സമയം വരെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു. താൻ കൃപയിൽ ആശ്രയിക്കുക മാത്രമല്ല, പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ മകനെ തീമോഥെയോസ്, നീ ഒരു കാര്യം ചെയ്യണം, ക്രിസ്തുവേശുള്ള കൃപയാൽ നീ ശക്തിപ്പെടണം. എന്റെ കാലഘട്ടത്തിൽ ഞാൻ അഭിമുഖീകരിച്ച വെല്ലുവിളിയല്ല നിന്റെ കാലഘട്ടത്തിൽ നീ അഭിമുഖീകരിക്കാൻ പോകുന്നത്. വെല്ലുവിളിയുടെ സ്വഭാവം എന്തു തന്നെ ആയിരുന്നാലും കൃപയുടെ സവിശേഷത എന്ന് പറയുന്നത് ഏത് വെല്ലുവിളിയെ നേരിടുവാൻ നിന്നെ സജ്ജനാക്കുന്നതാണ്. അപ്പോൾ ക്രൂശിന്റെ ദർശനം എന്ന് പറയുന്നത് ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ വേണ്ടി മാത്രമല്ല, ആ കൃപയിൽ ശരണപ്പെടുവാൻ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കുവാൻ പൗലോസിന് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല,
അവസാനം ജീവിതത്തിന്റെ സയൻസ് പൗലോസ് എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുറ്റബോധവും തനിക്കില്ല, ഒരു നഷ്ടബോധവുമില്ല. കാരണം അറിയാമോ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നൽകിയ വെളിപ്പാടനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി കർത്താവിന് വേണ്ടി ഓടുവാൻ പൗലോസിന് കഴിയും. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ സയൻസ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രറ്റ് ഒന്നും തന്നെ ജീവിതത്തിലില്ല. ദൈവം നൽകിയ അല്ലെങ്കിൽ ദൈവം കത്തിച്ച വിളക്ക് കെടുത്തി കളഞ്ഞില്ല. ദൈവം പകർന്ന കൃപ വ്യർത്ഥമാക്കി പൗലോസ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആത്മാഭിമാനത്തോടെ എനിക്ക് പറയുവാൻ കഴിയുന്നുണ്ട്, എന്റെ പാസ്റ്റ് ദൈവത്തിന് കൃപയാൽ മീനിങ് ഫുൾ ആക്കുവാനും കഴിയും. അങ്ങനെ പാസ്റ്റ് മീനിങ് ഫുൾ ആയതുകൊണ്ടാണ് ഫ്യൂച്ചറിലേക്ക് നോക്കി താൻ പറയുന്നത്, ഒരു ഗ്ലോറിയസ് ക്രൗൺ എനിക്കായി കാത്തിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കുമ്പോൾ. ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ മഹത്വപൂർണമായ ഒരു പുറം, നാളെ നോക്കുമ്പോൾ ഭാവിയെ പറ്റിയുള്ളതായ പ്രതീക്ഷ, തിരിച്ചറിവ്, ബോധ്യം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആ വലിയ വെളിപ്പാടായി. ഞാൻ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടുണ്ട്. നമ്മൾ തന്നെ യുവജനത്തിന് മുൻപാകെ സമർപ്പിക്കാം. നമ്മളിൽ പകർന്ന കൃപ വ്യക്തമാക്കി കളയാതെ ആ വിളിയോട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് സത്യസന്ധമായ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ചെയ്യുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. അതെല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.